അപ്പോൾ മെയ് 15-നാണ് SLCയുടെ ഫലപ്രഖ്യാപനം. ഇനി ഏകദേശം ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് SLCയുടെ റിസൾട്ട് വരാൻ പോകുന്നത്. ആ സമയത്ത് കുട്ടികൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സൈറ്റിൽ റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് സൈറ്റിൻ്റെ പ്രശ്നം കാരണം അവർക്ക് റിസൾട്ട് കാണാൻ കഴിയാത്തത്. അത് എങ്ങനെയാണ് നമ്മുടെ SLCയുടെ റിസൾട്ട് പെട്ടെന്ന് നോക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സാധാരണയായി നമ്മൾ നോക്കാറ് SLCയുടെ ഗവൺമെൻറ് വന്നിരിക്കുന്ന ഒഫീഷ്യൽ സൈറ്റ് വഴിയാണ്. പലപ്പോഴും അതിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓരോരുത്തരും ഇപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് കയറുമ്പോഴത്തേക്ക് അതിൽ എററും കാര്യങ്ങളൊക്കെ കാരണം പലർക്കും സൈറ്റ് കിട്ടാറില്ല. ഇത് കാരണത്താൽ റിസൾട്ട് കാണിക്കാതിരിക്കുമ്പോൾ കുട്ടികൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗവൺമെൻറ് റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു നിശ്ചിത സമയത്തിന് ശേഷമാണ് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ കയറുമ്പോഴത്തേക്ക് സൈറ്റിൻ്റെ എറർ കാരണമാണ് റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കാത്തത്. അപ്പോൾ പ്രധാനമായിട്ടും എല്ലാവരും രണ്ട് രീതിയിലാണ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നത്. ഒന്ന് ഇതുപോലെ സൈറ്റ് പ്രകാരവും അതുപോലെ പ്ലേ സ്റ്റോറിലുള്ള സഫലം എന്ന ആപ്ലിക്കേഷനും വഴിയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ടെൻഷനൊന്നുമില്ല. നിങ്ങൾക്ക് പയ്യെ റിസൾട്ട് അറിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്തതിന് ശേഷം പ്ലേ സ്റ്റോറിൽ കയറി ഡിജി ലോക്കർ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കി ഓപ്പൺ ആയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് അതായത് ഫോൺ നമ്പർ വെച്ച് ഒന്ന് സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ആയതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുന്നത്. അവിടെയായിട്ട് നിങ്ങൾ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ഡോക്യുമെൻ്റ് എന്നൊരു സെക്ഷൻ കാണിക്കും. അതിൻ്റെ താഴെയായിട്ട് മാർക്ക് ലിസ്റ്റ് 10th മാർക്ക് ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴത്തേക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അടിക്കാൻ വേണ്ടി ഒരു കോളം കാണിക്കും. അവിടെ ആയിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നിങ്ങളുടെ റിസൾട്ട് കാണാൻ സാധിക്കും. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങളുടെ ബോർഡ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ കേരള സ്റ്റേറ്റ് ബോർഡ് നിങ്ങളുടെ ഏത് ബോർഡാണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പറഞ്ഞ ഡീറ്റെയിൽസും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ റിസൾട്ട് കാണാൻ സാധിക്കും. കഴിഞ്ഞ വട്ടം പല കുട്ടികളും ഇതിലൂടെയാണ് റിസൾട്ട് ചെക്ക് ചെയ്തത്. അപ്പോൾ ഈ വട്ടം എങ്ങനെയാണെന്ന് അറിയില്ല. കഴിഞ്ഞ വട്ടം പലരും ഇങ്ങനെയാണ് നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് സൈറ്റിൽ റിസൾട്ട് കാണാൻ സാധിച്ചില്ലെങ്കിൽ ഇതുവഴിയും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.